ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം സെലീനിയം. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ. ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം ഏതൊക്കെ മൂലകങ്ങളുടെ ലവണങ്ങളാണ്? കാൽസ്യം, മഗ്നീഷ്യം. ഐസി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? കാറ്റിനേഷൻ. ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതെല്ലാം? പ്രോട്ടോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം യുറേനിയം. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം തന്മാത്ര. ഒരു ആറ്റം മാത്രമുള്ള തന്മാത്രകൾ അറിയപ്പെടുന്നത് ഏകാറ്റോമിക തന്മാത്രകൾ. ഉദാഹരണം അലസവാതകങ്ങൾ. രണ്ട് ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ അറിയപ്പെടുന്നത് ദ്വയാറ്റോമിക തന്മാത്രകൾ. ഉദാഹരണം ഹൈഡ്രജൻ, ഓക്സിജൻ. രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ അറിയപ്പെടുന്നത് ബഹു അറ്റോമിക തന്മാത്രകൾ. ഉദാഹരണം സൾഫർ, ഫോസ്ഫറസ്. ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അവതരിപ്പിച്ച